2026 ഫെബ്രുവരി 1 രാജ്യം ഒരു പുതിയ സാമ്പത്തിക വർഷത്തിലേക്ക് ചുവടുവെക്കുന്നു. വരുന്നതോ അപൂർവതകൾ നിറഞ്ഞ കേന്ദ്ര ബജറ്റ്. ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്ന തുടർച്ചയായ 9ാമത്തെ കേന്ദ്ര ബജറ്റാണിത്. ഇത്രയും കേന്ദ്ര ബജറ്റുകൾ തുടർച്ചയായി അവതരിപ്പിക്കുന്ന ആദ്യത്തെ കേന്ദ്ര ധനമന്ത്രിയായി മാറുന്നു നമ്മുടെ നിർമ്മല സീതാരാമൻ. ചരിത്രത്തിൽ ആദ്യമായി കേന്ദ്ര ബജറ്റ് ഒരു ഞായറാഴ്ച അവതരിപ്പിക്കുന്നു എന്നതും ഈ വർഷത്തെ ബജറ്റിന്റെ പ്രത്യേകതയാണ്. ഇത് തയ്യാറാക്കിയതാകട്ടെ പുതിയ കർത്തവ്യപഥ് മന്ദിരത്തിലും. സെൻട്രൽ വിസ്റ്റയുടെ ഭാഗമായിട്ടുള്ള ഈ കെട്ടിടത്തിൽ തയ്യാറാക്കുന്ന ആദ്യ ബജറ്റാണിത്. മുൻകാലങ്ങളിൽ നോർത്ത് ബ്ലോക്കിലെ ധനമന്ത്രാലയത്തിന്റെ ആസ്ഥാനത്തായിരുന്നു ബജറ്റുകൾ തയ്യാറാക്കിയിരുന്നത്. സാധാരണ അവധിയാണെങ്കിലും ബജറ്റ് പ്രഖ്യാപനത്തോടനുബന്ധിച്ച് ഓഹരി വിപണികളും ഈ ഞായറാഴ്ച തുറന്നു പ്രവർത്തിക്കുന്നു. ഓർക്കുക, ഏറ്റവും കൂടുതൽ ബജറ്റുകൾ അവതരിപ്പിച്ച കേന്ദ്ര ധനമന്ത്രി മൊറാർജി ദേശായി 10 ബജറ്റുകൾ. ഏറ്റവും കൂടുതൽ ബജറ്റുകൾ തുടർച്ചയായി അവതരിപ്പിച്ച കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ 9 ബജറ്റുകൾ. 8 സമ്പൂർണ്ണ ബജറ്റുകളും ഒരു ഇടക്കാല ബജറ്റുമാണ് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചിട്ടുള്ളത്.